എല്ലാവർക്കും നമസ്കാരം. വെർച്വു വൈബ്സ് ദി ലിറ്റിൽ ആൻഡേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 21 വെള്ളിയാഴ്ചയാണ്. മീനമാസത്തിലെ 30 വെള്ളിയാണ്. മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അതായത് നാളെ മീനത്തിലെ 30 വെള്ളിയാണ്. മീനം എന്ന് പറയുന്നത് ശുക്രഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ്. ശുക്രഗ്രഹം എന്നത് ധനം, വാഹനം, ലൗകിക ജീവിതം, സുഖം, കളത്രം എന്നിവയുടെ കാരകനായിട്ടാണ് ശുക്രഗ്രഹത്തെ കാണുന്നത്. ഈ ശുക്രഗ്രഹത്തിൻ്റെ അതിദേവതയാണ് മഹാലക്ഷ്മി. അപ്പോൾ മീനം എന്ന് പറയുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയാണ്. മീനമാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് നാളെ വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ ദേവിയെ ആരാധിക്കുന്നത് പ്രധാനമാണെന്ന് നമുക്കറിയാം. നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മീനത്തിൻ്റെ ഉച്ചരാശിയായ ശുക്രൻ്റെ അതിദേവത കൂടിയാണ് മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മഹാലക്ഷ്മി ഭജനം എന്ന് പറയുന്നത് അതീവ ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. 30 വെള്ളിയുടെ വ്രതം എങ്ങനെയാണ് എന്നും 30 വെള്ളിയിൽ ദേവിയെ ആരാധിക്കേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്രതം തന്നെയാണ് 30 വെള്ളി എന്ന് പറയുന്നത്. 30 വെള്ളിയാഴ്ച വ്രതം എടുക്കുമ്പോൾ അരിയാഹാരം ഒരു തവണ മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലൂണ് എന്ന് പറയുമെങ്കിലും അത് അരി കൊണ്ടുള്ള ഭക്ഷണം ഒരിക്കൽ മാത്രം കഴിക്കുക എന്നുള്ള രീതിയിലാണ് നാളത്തെ വ്രതം എടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഗണപതി പൂജ ചെയ്തിരിക്കണം. ഗണപതി പൂജ, മഹാലക്ഷ്മി പൂജ രണ്ടുപേരെയും പ്രീതിപ്പെടുത്തുന്നതാണ് ഏറ്റവും ഫലസിദ്ധി തരുന്നത്. അത്രയും സന്തോഷമാവും മഹാലക്ഷ്മിക്ക് എന്നാണ്. ആദ്യം ഗണപതി പൂജ ചെയ്തതിന് ശേഷം മാത്രം ലക്ഷ്മി പൂജ ചെയ്യുക. അപ്പോൾ ദേവി ആ മഹാഗണപതി പൂജ ചെയ്തതിൽ തന്നെ സംപ്രീതയായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ദേവിക്ക് കൂടി പൂജ ചെയ്യുമ്പോൾ അത് അത്രയും ഫലസിദ്ധി തരും എന്നാണ് പറയുന്നത്. ഇനി നാളത്തെ മീനമാസത്തിലെ 30 വെള്ളിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. നാളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ ധനലബ്ധിക്ക്, സന്താന സൗഖ്യത്തിന്, കുടുംബാഭിവൃദ്ധിക്ക് ഒക്കെ വേണ്ടിയിട്ട് നാളത്തെ ദിവസം സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു ദേവീ മന്ത്രത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച സന്ധ്യാസമയത്താണ് ഈ സ്തോത്രം ഭക്തിപൂർവം ചൊല്ലേണ്ടത്, ജപിക്കേണ്ടത്. അതായത് സന്ധ്യാസമയത്തെ നിലവിളക്ക് ഭദ്രദീപം കൊളുത്തിയതിന് ശേഷം, ഭദ്രദീപം കൊളുത്തുക എന്ന് പറഞ്ഞാൽ നിലവിളക്കിൽ 5 തിരിയിട്ടിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത്. അതിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഭദ്രദീപം കൊളുത്താറുണ്ട്. പക്ഷേ 30 വെള്ളി, നാളെ മീനത്തിലെ 30 വെള്ളിക്ക് പ്രത്യേകമായിട്ട് ഫലസിദ്ധിക്ക് പറയുന്നത് നെയ്ദീപം കൊളുത്താനാണ് പറയുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക. വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയിട്ട് ലക്ഷ്മി ഗണപതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതായത് ലക്ഷ്മി ഗണപതി മന്ത്രം ചൊല്ലിയിട്ടുള്ള പുഷ്പാഞ്ജലി ഉണ്ട്, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക. ഇനി വീട്ടിൽ പൂജ ചെയ്യണവരൊക്കെ ഗണപതി പൂജ ചെയ്യുക, അതിനുശേഷം ലക്ഷ്മി പൂജ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു സ്തോത്രം ആണ് ജപിക്കേണ്ടത്. നെയ്വിളക്ക് കൊളുത്തിയിട്ടാണ് ഈ സ്തോത്രം നാളെ സന്ധ്യാസമയത്ത് ജപിക്കേണ്ടത്. അതിന് ക്ഷിപ്ര ഫലസിദ്ധിയാണ് അതിന് ഫലമായിട്ട് പറയുന്നത്. സ്തോത്രം എന്ന് പറയുന്നത് ശ്രീ ലക്ഷ്മി ലളിത സ്തോത്രമാണ്.
ശ്രീ ലക്ഷ്മി ലളിതാ സ്തോത്രം എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണ സംഹിതയിൽ ദേവന്മാർ രചിച്ചു എന്ന് പറയപ്പെടുന്ന ലക്ഷ്മി ലളിത സ്തോത്രം, അതായത് മെയിൻലി നമ്മുടെ പുരോഗതിക്കായിട്ട്, ജീവിത പുരോഗതിക്കായിട്ട് ചൊല്ലേണ്ട ഒരു സ്തോത്രമാണ് ഇത്. അപ്പോൾ നാളെ ഈ സ്തോത്രം സന്ധ്യാസമയത്ത് നെയ്വിളക്ക് കൊളുത്തിയിട്ട് ജപിച്ചു നോക്കൂ, ഫലസിദ്ധി ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഫലസിദ്ധിയുള്ള അത്രയും ലളിതമായ ഒരു വഴിപാടാണ് നാളെ ചെയ്യാനുള്ളത്. ചെയ്തു നോക്കൂ. എല്ലാവർക്കും മുപ്പിട്ട് വെള്ളി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.